നമുക്ക് കൂന്തൽ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 600 ഗ്രാം കൂന്തൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയും അകത്തുള്ള കുടലും അങ്ങനെയുള്ള എല്ലാം വൃത്തിയാക്കി 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 4 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയത്, വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ്, മസാലപ്പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ലേശം കുരുമുളക് പൊടി. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. പിന്നെ ലാസ്റ്റ് 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി എങ്ങനെ ഇതുണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ച് ഒരു കടായി അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി ഫ്ലെയിം ലോ ആക്കി നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. അതൊന്ന് മൂക്കട്ടെ. ഇതായൊന്ന് മൂക്കുമ്പോൾ ചതച്ച് വെച്ചിരി പേസ്റ്റാക്കിയിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ലോ ഫ്ലെയിമിൽ ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റും. സമയം നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം. മീഡിയം ഫ്ലെയിം മതി. സമയം ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലാക്കി നമുക്ക് 3 പച്ചമുളകും നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ബാക്കി ലാസ്റ്റ് ചേർക്കാം. ലോ ഫ്ലെയിമിലൊന്ന് വഴലട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് സമയം കൊണ്ട് നമുക്കൊരു മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചെറുതായി ചൂടാക്കാം. സമയം സവാളയൊക്കെ വഴണ്ടോന്ന് നോക്കാം. കുറച്ചും കൂടെ ഒന്ന് വാടാനുണ്ട്. സവാള
സവാള എല്ലാം ഒരു വിധം വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചൂടാക്കിയ മസാലപ്പൊടികൾ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ചൂടാക്കിയെടുത്തത് കാരണം ഒരുപാട് നേരം വഴറ്റേണ്ട കാര്യമില്ല. ചെറുതായി ഒന്ന് വഴളുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരി വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയം നമുക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ബാക്കി നോക്കിയ ശേഷം ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ മസാലയിലൊന്ന് പിടിക്കട്ടെ. അതിനായി നമുക്കൊന്ന് അടച്ചു വെക്കാം. തക്കാളിയെല്ലാം ഒരുവിധം ആടിയിട്ട് തക്കാളിയൊക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ചേർക്കാം. കൂന്തൽ, കണവ എന്നും കൂന്തലെന്നും എല്ലാം പറയും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് ചെറിയൊരു തിള വരുന്നവരെ അടച്ചു വയ്ക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി. നമ്മൾ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടേ ഇല്ല. ഈ വെള്ളം മതി. ഇനി ഇത് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വറ്റിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിക്കാം. അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇടയ്ക്ക് തുറന്ന് പാത്രത്തിന് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അടിച്ച് പിടിക്കും. ചിക്കൻ്റെല്ലാം ഒരുവിധം വെന്ത് വറ്റാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് നോക്കാം. ലേശം ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി തുറന്ന് തന്നെ വെച്ച് നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം. സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം പെരിഞ്ജീരകം ചേർത്തിരുന്നു, അതുകൊണ്ട് ഇത്രയും മതി. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ്റെല്ലാം നല്ല വെന്ത് പറ്റിയിട്ടുണ്ട്. കണവ മസാല റെഡി ആയിട്ടുണ്ട്. ഈ സമയം ബാക്കിയുള്ള കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടുപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ല തണുത്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കണവ മസാല റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. കൂന്തൽ മസാല അപ്പം, ഇടിയപ്പം, ചോറ്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.